നമസ്കാരം. ഈ ദാവൂദ് ഇബ്രാഹിമുമായി ബന്ധപ്പെട്ട വാർത്തകളൊക്കെ തന്നെ ലോകമാധ്യമങ്ങളിൽ നിറയുന്നതിനിടയിൽ പാകിസ്ഥാനിൽ ഇൻ്റർനെറ്റ് സേവനങ്ങൾക്ക് തടസ്സം. ഇൻ്റർനെറ്റ് സേവനദാതാക്കൾ അവരുടെ സേവനം താൽക്കാലികമായി അവസാനിപ്പിച്ചു, റദ്ദാക്കി തുടങ്ങിയ റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. സോഷ്യൽ മീഡിയയിൽ ദാവൂദ് ഇബ്രാഹിമിനെ കുറിച്ച് സംസാരിക്കുന്നതും ചർച്ച ചെയ്യുന്നതും ഒക്കെ തടയാൻ വേണ്ടി പാകിസ്ഥാനിലെയും അതുപോലെ പ്രദേശത്തെയും ഒക്കെ ആളുകൾ ഈ വാർത്ത പ്രചരിപ്പിക്കുന്നതും ഒക്കെ തടയുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ ഈ ഇൻ്റർനെറ്റ് അടച്ചുപൂട്ടൽ എന്നാണ് അവിടുത്തെ ഒരു മാധ്യമപ്രവർത്തകൻ യൂട്യൂബിലൂടെ പ്രതികരിച്ചത്. അർസു കാസ്മി എന്ന ഒരു മാധ്യമപ്രവർത്തകനാണ് ഈ വിവരങ്ങൾ നൽകുന്നത്. അതിനിടെ ഇമ്രാൻഖാൻ്റെ പാർട്ടിയുടെ വെർച്വൽ റാലിയുടെ വ്യാപനം തടയുന്നതിന് വേണ്ടി കൂടിയാണ് ഇത് ചെയ്തത് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. ദാവൂദ് ഇബ്രാഹിം ആശുപത്രിയിലായതിൻ്റെ വാർത്ത പുറത്തായതിന് പിന്നാലെയാണ് ഈ ഇൻ്റർനെറ്റ് നിരോധനം അപ്രഖ്യാപിതമായി എത്തിയത്. മാത്രമല്ല, ദാവൂദ് ഇബ്രാഹിം കൊല്ലപ്പെട്ടു, ആശുപത്രിയിൽ വെച്ച് മരിച്ചു എന്നുള്ള ചില സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളും ഒക്കെ തന്നെ ചില ഓൺലൈൻ ചാനലുകളും ഒക്കെ തന്നെ നൽകുന്നുണ്ട്. അത് ലോകമാധ്യമങ്ങളിലും ചില വാർത്തകൾ എത്തുന്നുണ്ട്. ഇയാൾ കൊല്ലപ്പെട്ടിട്ട് കുറച്ച് ദിവസങ്ങളായി തുടങ്ങിയ വാർത്തകളാണ്. അതിനൊന്നും സ്ഥിരീകരണമില്ല, ഉറപ്പില്ല. എക്സിനും ഫേസ്ബുക്കിനും ഇൻസ്റ്റാഗ്രാമിനും യൂട്യൂബിനുമെല്ലാം പാകിസ്ഥാനിൽ ശക്തമായ നിയന്ത്രണമാണ് ഉള്ളത്. പാകിസ്ഥാൻ രാഷ്ട്രീയത്തിൽ ശക്തി കാട്ടാനാണ് ഇമ്രാൻഖാൻ്റെ പാർട്ടി സോഷ്യൽ മീഡിയയിൽ വെർച്വൽ റാലിയുമായി എത്തിയത്. ഈ സന്ദേശം ജനങ്ങളിൽ എത്താതിരിക്കുന്നതിനു വേണ്ടിയാണ് പാകിസ്ഥാൻ സർക്കാരിൻ്റെ ഈ കരുതൽ എന്നും അഭിപ്രായമുണ്ട്. ഈ രണ്ട് കാരണങ്ങളാണ് ഈ ഇൻ്റർനെറ്റ് വിച്ഛേദവുമായി ബന്ധപ്പെട്ട് ചൂണ്ടിക്കാട്ടപ്പെടുന്നത്. എന്നാൽ പാകിസ്ഥാനിലെ ഭൂരിഭാഗം മാധ്യമങ്ങളും ഈ നിരോധനത്തെ ദാവൂദുമായി ബന്ധപ്പെടുത്തുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. ദാവൂദ് ചികിത്സയിലുള്ള ആശുപത്രിയിലേക്ക് ശക്തമായ സുരക്ഷാ സംവിധാനങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. പാകിസ്ഥാൻ സുരക്ഷാ സേന അവിടെ എത്തിയിട്ടുണ്ട്. ഇതോടൊപ്പം ദാവൂദിൻ്റെ ചികിത്സയിലെ വിവരങ്ങളൊന്നും തന്നെ പുറത്തു പോകുന്നില്ല. എന്താണ് അയാളുടെ സ്ഥിതി എന്നുള്ള കാര്യങ്ങളൊന്നും ആർക്കും അറിയാൻ സാധിക്കുന്നില്ല. മെഡിക്കൽ ബുള്ളറ്റിനുകളൊന്നും തന്നെ വരുന്നില്ല. ഇൻ്റർനെറ്റ് നിയന്ത്രണത്തിലൂടെ ഈ കാര്യങ്ങളൊക്കെ തന്നെ കൂടുതൽ ഉറപ്പാക്കിയിരിക്കുകയാണ് പാകിസ്ഥാൻ സർക്കാർ ഇപ്പോൾ ചെയ്യുന്നത്. ദാവൂദ് ഇബ്രാഹിമിൻ്റെ തലയ്ക്ക് വിലയിട്ട് NIA നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി അന്വേഷണം വിപുലീകരിച്ചിരുന്നു. ദാവൂദിനെയും കൂട്ടാളികളെയും വലയിലാക്കാൻ സഹായിക്കുന്നവർക്ക് 25 ലക്ഷം രൂപയും മറ്റ് പാരിതോഷികങ്ങളുമാണ് പ്രഖ്യാപിച്ചിരുന്നത്. പാക് ഏജൻസികളുമായി ചേർന്ന് ഇന്ത്യയിൽ തീവ്രവാദി ആക്രമണങ്ങൾ നടത്തുക, ആയുധങ്ങളും സ്ഫോടക വസ്തുക്കളും കടത്തുക, വ്യാജ ഇന്ത്യൻ കറൻസി ഒഴുക്കുക തുടങ്ങിയ കുറ്റകൃത്യങ്ങളിലാണ് ദാവൂദ് ഇബ്രാഹിമിൻ്റെ D കമ്പനി എന്ന കമ്പനി ഉൾപ്പെട്ടിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലാണ് ഇപ്പോൾ ഈ ഇനാം നേരത്തെ NIA പ്രഖ്യാപിച്ചത്. എങ്ങനെയെങ്കിലും ദാവൂദിനെ പിടിക്കാൻ നീക്കം നടത്തുന്നതിനിടെയാണ് ഇപ്പോൾ ഈ വിഷബാധയേറ്റ വാർത്ത എത്തുന്നത്. അതിൻ്റെ വിശദാംശങ്ങൾ കൂടുതൽ ആരും അറിയാതിരിക്കാൻ വേണ്ടി ഇൻ്റർനെറ്റ് കൂടി വിച്ഛേദിക്കപ്പെട്ടിരിക്കുന്നു. മാത്രമല്ല, ഇന്ത്യൻ സോഷ്യൽ മീഡിയയിൽ ട്രോളുകൾ നിറയുന്നുണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട്. അതൊക്കെ പാകിസ്ഥാനിലും ഒരു വേള എത്തുന്നുണ്ടാകും. അത് കാണാതിരിക്കാൻ വേണ്ടി കൂടിയായിരിക്കും ഇത്. ദാവൂദിന് വിഷം കൊടുത്ത അജ്ഞാതൻ എന്ന തരത്തിൽ ഒരു രസകരമായ ഫോട്ടോ പ്രചരിക്കുന്നുണ്ട്. അജിത് ഡോവലിന് അടുത്ത് ആളൊഴിഞ്ഞ കസേര ഇട്ടിരിക്കുന്നു, അതിലാളില്ല. ആ കസേരയിലെ അജ്ഞാതനാണ് ദാവൂദിനെ കൊല്ലാൻ ശ്രമിച്ചത് എന്ന തരത്തിലാണ് ട്രോൾ. ഇതെല്ലാം പാകിസ്ഥാനെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട് എന്ന് ഇതിന് കമൻറ്റുകൾ വരുന്നുണ്ട്. എന്തായാലും സ്ഥിതിഗതികൾ ഇന്ത്യ വിലയിരുത്തുന്നുണ്ട്. ദാവൂദിൻ്റെ സഹോദരൻ അനീസ് ഇബ്രാഹിം അഥവാ ഹാജി അനീസ്, അതുപോലെ അടുത്ത കൂട്ടാളികളായ ജാവേദ് പട്ടേൽ, അതുപോലെ തന്നെ ഛോട്ടാ ഷക്കീൽ, ഇബ്രാഹിം മുഷ്താഖ് എന്ന ടൈഗർ മേമൻ എന്നിവരെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകുന്നവർക്കും നേരത്തെ പാരിതോഷികങ്ങൾ പ്രഖ്യാപിച്ചിരുന്നു. എന്തായാലും പാകിസ്ഥാൻ്റെ ഇൻ്റർനെറ്റ് വിച്ഛേദം അതുതന്നെ ഇപ്പോൾ ലോകത്ത് ചർച്ചയായിരിക്കുകയാണ്. പാക് ചാര ഏജൻസിയായ ISIയുടെയും തീവ്രവാദ ശൃംഖലകളുടെയും സഹായത്തോടെ ദാവൂദിൻ്റെ D കമ്പനി ഇന്ത്യയിൽ പ്രത്യേക യൂണിറ്റ് നേരത്തെ തുറന്നിരുന്നു. അപ്പോൾ ദാവൂദ് ഇബ്രാഹിമിൻ്റെ ഈ ഒരു ആശുപത്രിവാസം, വിഷബാധ ഒക്കെ തന്നെ ലോകമാധ്യമങ്ങളിൽ വ്യാപകമായി ചർച്ച ചെയ്യുകയാണ്. അതൊന്നും പാകിസ്ഥാനിലെ ജനങ്ങൾ കാണാതിരിക്കാൻ വേണ്ടി കൂടി ആയിരിക്കാം പാകിസ്ഥാനിൽ ഇൻ്റർനെറ്റ് വിച്ഛേദം നടത്തിയത് എന്ന തരത്തിലും ചില വാർത്തകൾ പ്രചരിക്കുന്നു.